അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു തെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പകുതി ശരിയാണോ, അത് ഫുള്ളി തെറ്റെന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇനർഷ്യ ഫോഴ്സ് Fi = m/Fg എന്ന് എഴുതിയില്ലേ. അപ്പോൾ നമ്മൾ Fi = m/Fg, ഇത് ക്യാപിറ്റൽ ലെറ്ററാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ക്യാപിറ്റൽ ലെറ്റർ Fi. അപ്പോൾ ഇനർഷ്യ ഫോഴ്സ് = F × m/Fg. അപ്പോൾ ഇതിൽ ഈ Fg G ആവുന്ന കേസ് എപ്പോഴാണ്? അത് ഭൂമി ആ ഒബ്ജക്റ്റിനെ താഴോട്ട് വലിക്കുമ്പോൾ സെൻറ്റർ ഓഫ് മാസിനെ താഴോട്ട് വലിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അത് ഒരു ഇനർഷ്യ പരമായിട്ടുള്ള ഫോഴ്സ് ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രം പോരാ, അതുകൊണ്ട് നമുക്ക് mg എന്ന് എപ്പോഴും എഴുതാൻ പറ്റില്ല. ഇനർഷ്യ ഫോഴ്സ് Fi = mg എന്ന് എപ്പോഴും എഴുതാൻ പറ്റില്ല. അത് അനങ്ങാതിരിക്കുന്നു, താഴത്തോട്ട് ഭൂമി വലിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഇനർഷ്യ ഫോഴ്സ് ആണ് Fi. പല ഇതുകളുണ്ട്, എഫക്റ്റും ഉണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ്, ഈ ഷേപ്പുള്ള ഒബ്ജക്റ്റ് ഒരു ലിങ്കിൻ്റെ ഭാഗമാണെങ്കിൽ, അപ്പോൾ ഒരു ലിങ്കിൻ്റെ ഭാഗമാണെങ്കിൽ ആ ലിങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊരു സർക്കുലർ പാത്തിൽ പോവുകയോ അല്ലെങ്കിൽ ലീനിയർ പാത്തിൽ പോവുകയോ, ലീനിയറിൽ പോയാലും മതി, നേരെ പോയാലും മതി. അപ്പോൾ ഇതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആക്സലറേഷൻ സംഭവിക്കും. ഇതിൻ്റെ വെലോസിറ്റി v1 എന്നുള്ളത് ഒന്നിൽ v1 v2 എന്നുള്ള വെലോസിറ്റിയിലേക്ക് ഇൻക്രീസ് ആവുക, മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ആവുക ലീനിയർ മോഷൻ ആണെങ്കിൽ. അല്ല കറങ്ങുകയാണെങ്കിൽ ഇതേ വെലോസിറ്റി v1 തന്നെ, അത് v1 തന്നെ, പക്ഷേ ഡയറക്ഷൻ എന്താണ്? ആദ്യത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു, ഇപ്പോഴത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ തീർച്ച ചേഞ്ച് ഇൻ വെലോസിറ്റി. ഒരു ഡയറക്ഷൻ കണ്ടില്ല, ഇങ്ങോട്ടാണ്. ഒരു ഡയറക്ഷൻ അങ്ങോട്ടും, ഒരു ഡയറക്ഷൻ ഇപ്പോഴത്തെ ഡയറക്ഷൻ എന്താണ്? ഇങ്ങോട്ടുമാണ്. അപ്പോൾ v1 എന്നുള്ളത് തന്നെ രണ്ടും v1 ആണെങ്കിൽ പോലും ഇതും v1 ആണ് മാഗ്നിറ്റ്യൂഡെങ്കിലും രണ്ടിനും ഡയറക്ഷൻ ചേഞ്ച് ഉള്ളതുകൊണ്ട് അവിടെ ആക്സലറേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ആക്സലറേഷൻ നമ്മൾ എ എന്ന് വിളിക്കുന്നത് ലീനിയർ ആക്സലറേഷനാണ് എ എന്ന് വിളിക്കുക. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആക്സലറേഷൻ ആൽഫ എന്ന് വിളിക്കുക. അപ്പോൾ ലീനിയർ ആക്സലറേഷൻ ആണെങ്കിൽ മാസ് ഇൻറ്റു ആക്സലറേഷനും, റൊട്ടേഷണൽ ആക്സലറേഷൻ ഉള്ള കേസിൽ നമ്മൾ I × ആൽഫയാണ് അതിൻ്റെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ m × F ഫോഴ്സ് ആയിട്ട് കിട്ടും, I × ആൽഫ ടോർക്കായിട്ട് അല്ലെങ്കിൽ ടോർക്കായിട്ട് കിട്ടും. കറങ്ങുന്ന ഫോഴ്സ് എഫക്റ്റിനെയാണ് ടോർക്ക്, കറക്ക എഫക്റ്റിനെയാണ് ടോർക്ക് എന്ന് പറയുക. നേരെ പോകുന്ന എഫക്റ്റിനെ വെറും ഫോഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് mg എന്ന് എപ്പോഴും വിളിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ m/Fg എന്ന് പറയുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്യുന്ന, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഇനർഷ്യ ഫോഴ്സുകൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അതിൽ ആക്സലറേഷൻ ഫോഴ്സ് വേറെ ഉണ്ടായിരിക്കാം. അതായത് mg കൂടെ m/a ഉണ്ടായിരിക്കാം, ഗ്രാവിറ്റി മാത്രമായിരിക്കില്ല. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ Fg എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേണമെങ്കിൽ ma എന്ന് പറയാൻ പറ്റുന്നല്ലോ. ഇതിപ്പോൾ ലീനിയർ എഫക്റ്റ് ആണെങ്കിൽ Fi = m/Fg. അതുപോലെ റൊട്ടേഷനാണെങ്കിൽ C, കപ്പിൾ, ഇനർഷ്യ കപ്പിളാകുമ്പോൾ എന്ത് വരും? ഈ പറയുന്ന പോലെ C. അവർ ആ സ്ഥലത്ത് ഈ ഓർഡർ, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡർ മൈനസ് ഉണ്ടായിരുന്നു, സോറി മൈനസ് ഇമ്പോർട്ടൻ്റ് ആണ്, Ig × ആൽഫ എന്ന് എഴുതി. അപ്പോൾ ആൽഫ എന്ന് എഴുതി, പക്ഷെ ഇവിടെ എ എന്ന് എഴുതിയില്ല. അതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയും, ആക്സലറേഷൻ അല്ലാത്ത ആക്സലറേഷൻ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ആക്സലറേഷൻ എയും, രണ്ട് തരം എഫക്റ്റ് വരുന്നുണ്ട്, രണ്ട് കമ്പോണൻസ് വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ കോറിയോലിസ് കമ്പോണൻറ്റും വരുന്നുണ്ട്. കറങ്ങുന്ന സാധനത്തിന് വേറൊരു കമ്പോണൻ്റ് കൂടി വരും. കോറിയോലിക്സ് ആക്സലറേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം കൂടിയും വരുന്ന കേസുകളുണ്ട്. കോറിയോലിസ്. ഇത്രയാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ പെട്ടെന്ന് വരുന്നത്. ഇനി ഇതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് ഒന്നുകൂടി നോക്കിയിട്ട് പറയാം. നോക്കിയിട്ട് വെച്ച് പോകുന്ന വഴിക്ക് ഞാൻ പഠിച്ച് ഇങ്ങനെ ഓർത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ കറക്ഷൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കറക്ഷൻസ് വഴിയെ തിരുത്തി പോകാം.
അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു ആധികാരിക രേഖയെ എടുക്കേണ്ട, നിങ്ങൾക്കൊരു അഡീഷണൽ സപ്പോർട്ടായിട്ട് മാത്രം കരുതിയാൽ മതി. നിങ്ങൾ പഠിച്ചതുമായിട്ട് ഇതിന് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക. പറ്റുന്ന നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്താണ് കോൺട്രഡിക്ഷൻ വരുന്നത്. ആ കോൺട്രഡിക്ഷൻ ഇതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതിലുള്ള പ്രശ്നമായിരിക്കാം, ഈ പറഞ്ഞ കൺസെപ്റ്റിലുള്ള തെറ്റായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ കൺസെപ്റ്റിലുള്ള തെറ്റായിരിക്കാം. എന്നിരുന്നാലും ക്രോസ് ചെക്ക് ചെയ്യണത് നല്ലതാണല്ലോ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം.